ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിൽ ഹബീബ് പറഞ്ഞു, രണ്ടു കൂട്ടർക്കും ബാധ്യതയുണ്ട്, ആണിനും പെണ്ണിനും ബാധ്യതയുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട്, അലാ ഇന്നലക്കും അലാ നിസായിക്കും ഹഖ്ഖാ വലിനിസായിക്കും അലൈക്കും ഹഖ്ഖാ. നിങ്ങൾക്ക് ഭാര്യമാരുടെ മേലിൽ ബാധ്യതകളുണ്ട്, ഭാര്യമാർക്ക് നിങ്ങളുടെ മേലിൽ ബാധ്യതകളുണ്ട്. ഫഹഖ്ഖുകും അലൈഹിന്ന, അവർ നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ബാധ്യതകൾ. അല്ലാ യൂതിന പുരുഷക്കും, നിങ്ങളുടെ വിരുപ്പിൽ മറ്റൊരാളെ ചവിട്ടിക്കാതിരിക്കലാൻ, നിങ്ങളുടെ മണിയറയിൽ മറ്റൊരാളെ കാലുകുത്താൻ അനുവദിക്കാതിരിക്കലാൻ, നിങ്ങളെ വിശ്വാസവഞ്ചന നടത്താൻ പാടില്ല. എന്റെ കൂട്ടുകാര് ശ്രദ്ധിക്കണം. അധിക സ്ഥലങ്ങളിലും മലപ്പുറം ജില്ലയിലെ എത്രയോ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരുമ്പം സങ്കടമാണ്. പലപ്പോഴും ഗൾഫ് ഏരിയകളിൽ പലപ്പോഴും ഭർത്താക്കന്മാര് നാട്ടിലില്ലാതിരിക്കുമ്പോ നിങ്ങളെയോർത്ത് ചോര നീരാക്കി അധ്വാനിക്കുന്ന ഭർത്താക്കന്മാർ, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർ, നിങ്ങൾക്ക് വേണ്ടി അവർക്ക് നിങ്ങളുടെ കൂടെ അന്തിയുറങ്ങാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മോളെ നിന്നെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, നീയുമായി ഒപ്പം ജീവിച്ച് ചടച്ചതുകൊണ്ടല്ല, മറിച്ച് നിന്റെ ഭാവിയോർത്ത്, നിന്റെ കുട്ടികളുടെ ഭാവിയോർത്ത്, ഒരു വീട് കെട്ടണമെന്നോർത്ത്, എന്തെങ്കിലുമൊക്കെ ജീവിക്കാനാക്കണമെന്നോർത്ത് അങ്ങ് വിദേശത്തേക്ക് കയറിയ നിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ നിന്റെ ഭർത്താവ്, അല്ലെങ്കിൽ പ്രായം ചെന്ന നിന്റെ ഭർത്താവ്, ആ ഭർത്താവിനെ പറ്റിക്കുന്ന വേല അരുത് കൂട്ടുകാരി. നിന്നിൽ നിന്നൊരിക്കലും ഇതുണ്ടാവാൻ പാടില്ല. ആ ഭർത്താവിനെ പറ്റിക്കുന്നിടത്തോളം വലിയ തെറ്റ് മറ്റൊന്നുമില്ലെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. വഅല്ലാ യഅ്ദന്ന ഫീ ബുയൂതികും മൻ തക്റഹൂൻ, എന്തിനധികം നിങ്ങളെ വിരുപ്പിലേക്ക് മറ്റുള്ളവരെ തവിട്ടിക്കരുതെന്നല്ല, നിങ്ങളുടെ വീട്ടിൽ കയറാൻ അവർ അനുമതി കൊടുക്കരുത്. വെറുതെ അന്യപുരുഷന്മാരോടൊപ്പോ നിങ്ങൾക്ക് വെറുപ്പുള്ളവരോടൊപ്പോ കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ നിങ്ങൾ വീട്ടിൽ വേദിയുണ്ടാക്കരുത്. അത് ഭർത്താവിന് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത് ചെയ്യരുത് പെണ്ണേ. ആരായത് പറഞ്ഞത്? ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു.